നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലിക്ക് കയറി ജോലി ഭാരം കാരണം പലപ്പോഴും ഇവരൊക്കെ തെരുവോരങ്ങളിൽ ചായക്കട തുടങ്ങുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. MBA ചായവാല, BCom ചായവാല, ഇങ്ങനെ പല രീതിയിലാണ് ചായക്കടകളുടെ പേരുണ്ടാവുക. സോ ഈ ചായക്കടകളൊക്കെ പ്രോഫിറ്റബിൾ ആണോ? തീർച്ചയായിട്ടും പ്രോഫിറ്റബിൾ ആണ്. ചായക്കടയിൽ നിന്നും ഒരു ദിവസം 5,000 റുപ്പീസിന് മേളിൽ നമുക്ക് വരുമാനമൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ ചായക്കടയുടെ മാത്തമാറ്റിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ചായക്കട ബിസിനസ്, ചായക്കട മാത്തമാറ്റിക്സ്, അതാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ചായക്കട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടുത്തെ ഒരു ബിസിനസ് നോക്കുകയാണെങ്കിൽ ഹൈ വോളിയം, ലോ മാർജിൻ, ഒരു ചെറിയ ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരുപാട് ആൾക്കാർ ചായ കുടിക്കാൻ വരും എന്ന പ്രത്യേകതയാണ്. എൻ്റെ നാടിനടുത്ത് ഒരു കരിച്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു റോഡ് സൈഡിൽ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ കുറെ കാലങ്ങൾക്ക് മുമ്പ്, എനിക്ക് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരാളൊരു ചെറിയൊരു ചായക്കട തുടങ്ങി. ചായക്കടയൊക്കെ തുടങ്ങിയിട്ട് ഒരു വലിയ വളവൊക്കെ ഉള്ള ഒരു പാലമൊക്കെ ഉള്ള ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു. നല്ലൊരു വൈബുള്ള ഒരു ഏരിയ ആയിരുന്നു. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം, ഭയങ്കര റിലാക്സേഷൻ, നല്ല കാറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ആദ്യം സ്കൂട്ടറുകൾ വന്ന് നിൽക്കും. അതുപോലെ തന്നെ ഒരുപാട് സ്കൂട്ടറുകളിൽ വരുന്ന ആൾക്കാരൊക്കെ ചായ കുടിച്ചിട്ട് പോകും. പലഹാരങ്ങളൊക്കെ ഉണ്ടാവും, ആ പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകും. അതേപോലെ തന്നെ ആ വൈകുന്നേരങ്ങളിൽ അത് കൂടി, കച്ചവടം കൂടി വരാൻ തുടങ്ങി. പുള്ളി എന്ത് ചെയ്യുക, ഒരു സ്റ്റാഫിനെ കൂടി വെച്ചിട്ട് കുറച്ചുകൂടി അവിൽ മിൽക്ക് കൂടി ഉൾപ്പെടുത്തി. പിന്നീട് അവിടെ പത്തലും ചിക്കനൊക്കെ ഉൾപ്പെടുത്തി. അങ്ങനെ പതിയെ പതിയെ ഒരുപാട് രീതിയിൽ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി. സൺഡേകളിൽ ആൾക്കാർ വരാൻ തുടങ്ങി. അതേപോലെ ഈവനിങ്ങിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൗഡ് ആവാൻ തുടങ്ങി. അങ്ങനെ ഉപ്പിലിട്ടതും കുറെ എണ്ണം വരാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ആയപ്പോൾ ഇതേ കടയുടെ തൊട്ടടുത്തായിട്ട് വേറെ ഒരാളും ഇതേപോലെ ചായക്കട തുടങ്ങി. അതിനെ തുടർന്നിട്ട് വേറൊരാളും തുടങ്ങി. അങ്ങനെ ഇപ്പോൾ 4-5 ചായക്കടകൾ ആ ഒരു ഏരിയയിൽ മാത്രമുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ബട്ട് അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ആ വ്യൂ പോയിന്റിൽ ഒരുപാട് ചായക്കടകൾ വന്നു തുടങ്ങി. ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രോഫിറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആൾക്കാർ അവിടെ ചായക്കടകൾ തുടങ്ങുന്നത്. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഒരാളും അങ്ങനെയൊന്നും ചായക്കട തുടങ്ങില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. എനിവേ, ഒരു ദിവസം 5,000 രൂപയ്ക്ക് മുകളിലെങ്കിലും ഇത്തരത്തിലുള്ള ചായക്കടകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഡെയിലി ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാം. അതായത് പണം അപ്പം തന്നെ നമുക്ക് കയ്യിൽ കിട്ടും. നാളെയോ മറ്റന്നാളോ പിറ്റന്നാളോ അല്ല. ഇപ്പോൾ ഒരാൾ ചായ കുടിച്ചു പോയാൽ അപ്പം തന്നെ 10 രൂപ നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ 12 രൂപ 15 രൂപ അപ്പം തന്നെ കയ്യിൽ കിട്ടി. അതുപോലെ തന്നെ ലോ ഇൻവെസ്റ്റ്മെന്റ്, വലിയ രീതിയിൽ എക്സ്പെൻസ് കാര്യങ്ങളൊന്നുമില്ല. സിമ്പിൾ ഒരു FSSAI ലൈസൻസും അതുപോലെ തെരുവോരങ്ങളിൽ കച്ചവടം ചെയ്യാനുള്ള നമുക്ക് ലൈസൻസ് എടുക്കാം. ഇത് തന്നെ വേണമെങ്കിൽ PM സാവനിധി പോലെയുള്ള സ്കീം വഴി നമുക്ക് ലോണും നമുക്ക് എടുക്കാൻ പറ്റും. ചെറിയ മുതൽ മുടക്ക് മാത്രമേ ഉള്ളൂ. ഒരു കിയോസ്ക് പോലത്തെ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. തൊട്ടടുത്തുള്ള ഏതെങ്കിലും വെൽഡിംഗ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി തരും. 2 ടയറും കാര്യങ്ങളൊക്കെ വെച്ച് ഉരുട്ടിക്കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എവർഗ്രീൻ ഡിമാൻഡ്, മലയാളികൾക്ക് ചായക്കട ഒരു വികാരമാണ്. അത് എവിടെ പണിഞ്ഞാലും നിങ്ങൾക്ക് വികാരമാണ്. അവിടെ ആൾക്കാർ വരും, വൈകുന്നേരം ആകുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വരും. ആ ചായ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി കൊടുക്കാതെ കുറച്ച് ക്വാണ്ടിറ്റി കൊടുക്കുക. ആ നല്ല ടേസ്റ്റിൽ, ഏറ്റവും ഹൈ ക്വാളിറ്റി ടേസ്റ്റിൽ കുറച്ച് ചായ നമ്മൾ കൊടുക്കുക. അത് നല്ലൊരു കപ്പിൽ, സാധാരണ ചായ കുടിക്കുന്ന ഒരു കപ്പൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു ഗ്ലാസ്സിലൊന്നും കൊടുക്കരുത്. നല്ല അടിപൊളി കപ്പിൽ കൊടുക്കണം. ഈ കപ്പ്, ബെസ്റ്റ് ആയിട്ടുള്ള കപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിനടുത്ത് തന്നെ ചുള്ളിക്കര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു ചായക്കടയുണ്ട്. പുള്ളി ആ ചായക്കടയിൽ നല്ല അടിപൊളിയായിട്ടുള്ള കപ്പിലാണ് ചായ കൊടുക്കുക. ആദ്യമൊക്കെ ചായ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ടീ ബാഗ് കിട്ടിയിട്ടാണ് കൊടുക്കുക. അപ്പൊ അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. പിന്നെ ടീ ബാഗ് മാറ്റിയിട്ട് പിന്നെ സാധാരണ ചായപ്പൊടി വെച്ച് തന്നെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് പരിപാടി. അപ്പോൾ നല്ല മഗ്ഗായിരിക്കണം, നല്ല ചായ കുടിക്കുന്ന മഗ്ഗ് നല്ല മഗ്ഗായിരിക്കണം. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ചായ ആയിരിക്കണം. കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കണം. വേറെ ഒരു സ്ഥലങ്ങളിലും നമ്മൾ കിട്ടുന്ന അതിനേക്കാൾ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് അതിന് തോന്നും. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പേപ്പർ ഗ്ലാസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചെറിയ പേപ്പർ ഗ്ലാസ് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇനി പ്രധാന വിഭവങ്ങൾ, ചായ മാത്രം പോരാ, ചായക്കായിട്ട് കടിയായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. അപ്പൊ അതിനായിട്ട് സ്നാക്സ് ആയിട്ട് പഴംപൊരി, പരിപ്പ് വട, സുഖിയൻ, അതേപോലെ തന്നെ ഉള്ളിവട, സവളവട, ഇങ്ങനെയുള്ള പല സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ചായക്ക് നോർമലി ഒരു 4 രൂപ നമുക്ക് കോസ്റ്റ് വെക്കും. നമുക്ക് ഇതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു 10 രൂപ നമുക്ക് ചായ കൊടുക്കാൻ നമുക്ക് പറ്റും. 6 രൂപയാണ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. ചിലർ 12 രൂപ കിട്ടും. ഒരു 10 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വേണം നമ്മൾ കൊടുക്കാൻ. അങ്ങനെയാകുമ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് എത്തും. ഇപ്പൊ നോർമലി ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ 12 രൂപയാണ് ചായയുടെ കോസ്റ്റ്. ചില സ്ഥലങ്ങളിൽ 15-20 രൂപയൊക്കെ ഉണ്ട്. ബട്ട് നമുക്ക് ഒരു 10 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 5 രൂപ നമുക്ക് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അതേപോലെ പഴംപൊരി നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു 6 രൂപയോളം നമുക്ക് കോസ്റ്റ് വരും. 15 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 12 രൂപയ്ക്കൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് കൊടുക്കാൻ നമുക്ക് പറ്റും. അതുപോലെ പരിപ്പ് വട 4 രൂപ നമുക്ക് കോസ്റ്റ് വരും. ഒരു 10 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു 10 രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്ന എണ്ണ പലഹാരങ്ങൾ, 10 രൂപ കൊടുക്കാൻ പറ്റും ചായ. ഇതായിരിക്കണം ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. 10 രൂപയായിരിക്കണം കോൺസെപ്റ്റ്.
പറ്റും. അങ്ങനെ 10 രൂപ കോൺസെപ്റ്റിൽ ചായ കുറച്ച് ക്വാണ്ടിറ്റി കൊടുത്താൽ മതി, കടിയും അതേപോലെ കൊടുത്താൽ മതി. ഇപ്പം എന്റെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നീലേശ്വരത്ത് പരിപ്പ് വട കിട്ടും. ചെറിയ ക്വാണ്ടിറ്റി ഉള്ള പരിപ്പടയാണ്, ചെറിയ പരിപ്പട, അതൊരു 4 എണ്ണം കിട്ടും. അപ്പൊ അതിന് ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഒരു 3 എണ്ണം വെച്ചിട്ട് 10 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം, ചെറിയ പരിപ്പ് വട 3 എണ്ണം. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ബിസിനസ് മോഡലാണ്, ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ്. ഇത് പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിനകത്ത് കുറെ സാധനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താം, ബട്ട് ഇത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. യുണീക്ക് ആയിട്ടുള്ള 1-2 സാധനങ്ങൾ വെച്ചിട്ട് തുടങ്ങാം. അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്? ഒന്ന് സ്പേസ് വേണം. ഒരു 100 മുതൽ 150 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കിയോസ്ക്, ഇതുപോലത്തെ ഷെഡ്, ആ ഷെഡുകൾ ഉണ്ടാക്കി വളരെ യുണീക്ക് ആയിട്ടുള്ള ഷെഡുകൾ ഉണ്ടാക്കി തരുന്ന ഒരു ടീമിനെ കുറിച്ചിട്ട് ഞാൻ കോഴിക്കോട് ഭാഗത്ത് എവിടെയോ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ടിരുന്നു. ഇങ്ങനെയുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഷെഡ്, നല്ല കണ്ടു കഴിഞ്ഞാൽ അടിപൊളി ഒരു സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഷെഡ് പോലെ ഉണ്ടാവും. അത് കിയോസ്ക് ഉണ്ടാവും. അങ്ങനത്തെ കിയോസ്ക് തന്നെ ഉണ്ടാക്കി തരുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് അത് പണിയാം. എനിക്കൊന്ന് 50,000 ഒരു 1 lakh ഇടയിലൊക്കെ നമുക്ക് കിട്ടും. നല്ല പ്രൊഫഷൻസ് ആണ്. റെന്റ് ഒരു 5,000 മുതൽ 10,000 പെർ മന്ത്. ഇപ്പൊ വഴിയോരങ്ങളിലാണെങ്കിൽ പിന്നെ അങ്ങനെ റെന്റ് കാര്യങ്ങളെ കുറിച്ചല്ല, ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. അവിടെയുള്ള സ്ഥലത്തിന്റെ ഓർഡറുമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡെയിലി ഒരു 3000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കുന്നത്, ഡെയിലി 100 രൂപ വെച്ചിട്ട് സ്ഥലത്തിന് വാടക എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വെള്ളവും നമുക്ക് വേണമെങ്കിൽ ഡെയിലി ഒരു 50 രൂപ വെച്ചിട്ട് മാസം ഒരു 1,500. അങ്ങനെ എങ്ങനെയായാലും ഒരു 5,000-നും 10,000-നും ഇടയിൽ ഒരു മാസം നമുക്ക് ചെലവ് വരും. ഒരു മാസ്റ്ററും ഒരു ഹെൽപ്പറും കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേരുണ്ടെങ്കിൽ വർക്ക് നേരെ നടക്കും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ദിവസ വരുമാനം, ഡെയിലി PNL ആണ്. ചെലവ് അതുപോലെ തന്നെ വരുമാനം, ഈ 2 കാര്യം മനസ്സിലാക്കാം. റോ മെറ്റീരിയൽസ് ഒരു 4,000 റുപ്പീസ് നമുക്ക് വരും. ലേബറിന്റെ റെന്റ് ഒരു 1,500 രൂപ വരും. ഫ്യൂവലും അതുപോലെ തന്നെ മറ്റുള്ള എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ, ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള എക്സ്പെൻസ് ഒക്കെ ഒരു 500 റുപ്പീസ് നമുക്ക് വരും. പിന്നെ ഒരു ദിവസം ടോട്ടൽ നമുക്ക് ഒരു 6,000 റുപ്പീസ് നമുക്ക് ചെലവ് വരും. വരുമാനമാണെങ്കിൽ ഒരു 500 കപ്പ് ചായ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ട് 5,000 കിട്ടും. അതേപോലെ തന്നെ സ്നാക്സ് ഒരു 400 പീസ് സ്നാക്സ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു 5,000 കിട്ടും. അതർ എക്സ്പെൻസ് 1000 രൂപ, അതർ വരുമാനം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കച്ചവടം നടത്താൻ പറ്റും. അപ്പോൾ ഒരു 1000 രൂപ അഡീഷണൽ വരുമാനം. അങ്ങനെ ടോട്ടൽ 11,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഡെയിലി നമുക്ക് അറ്റ ലാഭം കിട്ടുന്നത് 5,000 റുപ്പീസ് ആണ്. അപ്പൊ ഇത് ഒരുപാട് പലഹാരങ്ങൾ ഇങ്ങനെ പാർസലായിട്ട് വീടുകളിലേക്ക് പലരും വാങ്ങിച്ചുകൊണ്ടു. വൈകുന്നേര സമയങ്ങളിൽ ജോലി കഴിഞ്ഞ് പോകുന്നവർ വാങ്ങിച്ചുകൊണ്ടു. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് ടീ സ്റ്റോൾ. ഇതേപോലെ ടീ സ്റ്റോൾ കൊണ്ട് മാത്രം ബേക്കറി സ്റ്റോളിലെ മുഴുവൻ എംപ്ലോയീസിനും കാശ് കൊടുക്കുന്ന ഒരു അതിന്റെ ഫ്രണ്ടിൽ ചെറിയൊരു ടീ സ്റ്റോൾ വെച്ച് ആ ടീ സ്റ്റോളിലുള്ള പ്രോഫിറ്റ് കൊണ്ട് മാത്രം എന്നൊക്കെ നാട്ടിൽ പറഞ്ഞു വരുത്തുന്ന ഒരു ഷോപ്പ് ഞങ്ങളുടെ നാട്ടിലുണ്ട്. അതിന്റെ പേരാണ് ഐഡിയൽ ബേക്കറി എന്ന് പറഞ്ഞിട്ട്. നാട്ടുകാർ പറഞ്ഞു വരുത്തുന്നതാണ്, അതിന്റെ യാഥാർത്ഥ്യം ഒന്നും നമുക്കറിയില്ല. മൊത്തത്തിൽ പബ്ലിക്കിൽ ഒരു ടോക്ക് ഉള്ളത് അങ്ങനെയാണ്. കാരണം അത്രയും ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു ക്രൗഡാണ് ചായ കുടിക്കാൻ വേണ്ടി മാത്രം. ഇത് ചായയുടെ കാശ് മാത്രം കേട്ടോ. ഫ്രണ്ടിൽ അവർ ഒരു ചായയുടെ ചെറിയ ഒരു ഔട്ട്ലെറ്റ് ഇട്ടിട്ട് ചായയും സ്നാക്സും കാര്യങ്ങളും കൊടുക്കും. ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ വൈകുന്നേരം വന്നുകൊണ്ടിരിക്കും. ശരിക്കും അവരുടെ ബിസിനസ് മോഡൽ ഇതല്ല. ഇത് ഫ്രണ്ടിൽ അവർ ചെയ്യുന്നതാണ്. കേക്കുകൾ ഇങ്ങനത്തെ മാനുഫാക്ചറിങ്, അതുപോലെ ജ്യൂസ് കാര്യങ്ങൾ മാനുഫാക്ചറിങ് ആണ് മെയിൻ ആയിട്ടുള്ള ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. സർക്കാരിന്റെ സഹായങ്ങൾ ഇനി നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് FSSAIയുടെ ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷ്യ സുരക്ഷ ലൈസൻസ് ഇത് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ മുദ്ര ലോൺ 50,000 മുതൽ 10 lakhs വരെ നമുക്ക് വായ്പ മുദ്ര ലോൺ വഴി കിട്ടും. ഉദ്യം രജിസ്ട്രേഷൻ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റിന്റെ PM സ്വാനിധി പദ്ധതി ഉണ്ട്. അത് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ നിങ്ങൾക്ക് പറ്റും ഇപ്പൊ ഡെയിലി ഉള്ള എക്സ്പെൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് നല്ലൊരു പദ്ധതിയാണ്. സോ എല്ലാവരോടും എനിക്ക് ഒരേ ഒരു കാര്യമുള്ള ആത്മവിശ്വാസത്തോടെ നിങ്ങൾ തുടങ്ങുക. ചെറിയ മുടക്ക് മുതൽ വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബിസിനസ് മോഡലാണ്. ഈ ഒരു ബിസിനസ് മോഡലിൽ ആരും വലിയ രീതിയിലുള്ള ഫൈനാൻഷ്യൽ ബേർഡനിലേക്ക് ഒരാളും പോയിട്ടില്ല. എല്ലാവരും രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. തുടങ്ങിയവരൊക്കെ രക്ഷപ്പെട്ടുള്ളൂ. എന്റെ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെയുള്ള ചെറിയ ചായക്കട തുടങ്ങിയിട്ട് വലിയ ഒരുപാട് സ്ഥലവും വീടും ഭയങ്കരമായ സെറ്റപ്പിൽ എത്തിയ ആൾക്കാരുണ്ട്. അവർക്ക് ഇന്നും കണ്ടു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ്. ബട്ട് അവർക്ക് നല്ല രീതിയിലുള്ള റവന്യൂ വെൽത്ത് അവർക്ക് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. സോ എല്ലാവരും ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സംഭവം തുടങ്ങാം. ആർക്കും തുടങ്ങാം. ഇതൊരു ക്വാളിഫൈഡ് ആയ ആൾക്കാർക്ക് മാത്രമല്ല. ക്വാളിഫിക്കേഷനോ പ്രത്യേകിച്ചിട്ട് വലിയ ക്വാളിഫിക്കേഷനൊന്നും ആവശ്യമില്ല. PGയും PhD ഒന്നും ആവശ്യമില്ല. അത് ഏതൊരു ആൾക്കാർക്കും 7ാം ക്ലാസ്സുകാരനും 8ാം ക്ലാസ്സുകാരനും ഇതൊന്നും പഠിക്കാത്തവന് പോലും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ ചെറുതായിട്ട് സ്നാക്സ് ഉണ്ടാക്കാനും ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഏതെങ്കിലും ഒരു ചെറിയ കോഴ്സ്, ഒരു മാസത്തേക്ക് കോഴ്സുകൾ പലരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ചായക്കടയിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ്, അങ്ങനെ സ്വന്തമായിട്ടുള്ള ഒരു യുണീക്ക് സ്റ്റൈൽ ബിൽഡ് ചെയ്തിട്ട് നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു കിയോസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തുടങ്ങാം. എല്ലാവർക്കും എന്തായാലും എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. സൈനിങ് ഓഫ്. ബൈ.